ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മൾ എവിടേക്കാ പോവാന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ആരും അതിരടി സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് അതിന് തന്നെ പോയി വിചാരിച്ചു. കാരണം ഇതിനിപ്പോൾ അധികം നാളൊന്നും ഉണ്ടാവില്ല ഇനി തിയേറ്ററിൽ. അപ്പോൾ തീരുന്നതിന് മുമ്പൊന്ന് പോയി കണ്ടുവരാൻ വിചാരിച്ചു. സോ അതിന് വേണ്ടിയുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് പോവുകയാണ്. നമ്മൾ പോകുന്നത് ശോഭ മോളിലേക്കാണ്. അപ്പോൾ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ കാറിൽ പോകണം. നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ശരത്തേട്ടൻ വരണം. നമ്മളെ കൊണ്ടാക്കിയിട്ട് ശരത്തേട്ടൻ പോകും. സോ നമ്മൾ ഇറങ്ങിയ പാടത്തിന് നമ്മൾ വീടിന്ന് MLA പാടത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ തന്നെ റെയിൽവേ പാടുണ്ട്, അത് ക്ലോസ് ചെയ്തിരിക്കുക. റെയിൽവേന്റെ ഗേറ്റ് അടച്ചു. 11:45 ടൈം. 12:30 ശോഭയിൽ എത്തണം നമ്മൾ. അങ്ങനെ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി അവിടുന്ന് നമ്മൾ നേരെ ശോഭ മോളിലെത്തി. ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ആക്ച്വലി ഒരു പാലം പണി ഉണ്ടായിരുന്നു. അതുള്ള ടൈമിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഒഴിവ് കിട്ടിയാൽ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ഇടും. അത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഫസ്റ്റ് പ്ലാൻ ചെയ്യുക. പക്ഷെ എന്നാലും അവസാനം ശോഭ സിറ്റിയിൽ ഇങ്ങനെ എത്തും. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ശോഭ സിറ്റിയിലാണ് വന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഭാഗ്യത്തിന് നമ്മൾ നേരെ ഒന്നും വൈകിണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്ര റഷൊന്നും ആയിട്ടല്ല നമ്മൾ പോയത്. നമ്മൾ പതുക്കെ ആക്കമ്പാടി നടന്നിട്ടൊക്കെ പോയത്. ഞാൻ വിചാരിച്ചു അവിടെ എത്തുമ്പോഴത്തേന് ഫുള്ള് തിരക്കായിരിക്കും, നമ്മൾക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചേ. പക്ഷെ അവിടെ ഒരു മനുഷ്യക്കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ആൾക്കാർ കാണാനില്ലേ അങ്ങനെ. പിന്നെ ഒരു അരമണിക്കൂറും കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ വെറുതെ പോസ്റ്റ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ട് താഴത്തെ ഫ്ലോറിൽ ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പാടി നടന്നു. അപ്പോൾ ഞാൻ അതിലൊരു ഡ്രസ്സിന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിന് ഇട്ട് നോക്കി. പക്ഷെ എനിക്ക് വലിയ മേനെ തോന്നിയില്ല. അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ കൊണ്ടുവച്ചു. പിന്നെ അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ കളഞ്ഞപ്പോഴത്തേനും നമ്മുടെ കറക്റ്റ് ടൈമായി. അപ്പോൾ നമ്മൾ ഇൻ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് ബോംബൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ വെറുതെ വാഷ്റൂമിൽ പോയി. വെറുതെ ഒരു രസത്തിന്, എന്തായാലും ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ഉള്ളതല്ലേ, അതുകൊണ്ട് വെറുതെ പോയി അത്രേ ഉള്ളൂ. വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ ആകെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഒരു 12:40 ആയപ്പോൾ നേരെ തിയേറ്ററിലോട്ട് കയറി. ശരിക്കും നമുക്ക് 40-ന് പടം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇവർ ഏകദേശം 1 മണിയൊക്കെ ആവുന്ന ടൈമിൽ ഈ പടം സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ കയറിയിരുന്നു. ആക്ച്വലി നമുക്ക് ഏകദേശം സെൻറ്റർ ഭാഗത്ത് കിട്ടിയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. അങ്ങനെ പടമൊക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ എന്താ കഴിച്ച് എനിക്ക് തന്നെ ഓർമ്മയില്ല. നല്ല വിശപ്പുള്ളത് കൊണ്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ ഞങ്ങൾ വേറെ എവിടേക്കും പോവാതെ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയത്. എന്നിട്ട് അതിനുശേഷമുള്ള പണിയാണ് എന്ത് തിന്നും എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു വേണ്ടിയിരുന്നു. അപ്പോൾ 4 പേരും 4 സ്ഥലത്ത് പോയിട്ട് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരികയും ചെയ്തത്. ഇതിൽ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് ഈ സ്പൈറൽ പൊട്ടേറ്റോ. അതും വാങ്ങി അതും കഴിച്ച് എപ്പോഴും വരുമ്പോൾ അത് കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് സബ്വേന്ന് ഒരു പേഴ്സണലൈസ്ഡ് സാൻഡ്വിച്ചാണ്, നമുക്ക് ഇഷ്ടമുള്ള വെജീസ് ഒക്കെ. അപ്പോൾ ഞാൻ അതിൽ ചൂസ് ചെയ്തത് പൊട്ടേറ്റോ ചില്ലി പാറ്റി, അങ്ങനെ എന്തോ സാധനം ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ടേസ്റ്റ് ഉണ്ടാകും, കുറച്ച് ഹെൽത്തി ആകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് ഓൾറെഡി ഞാൻ ഇവർ വാങ്ങിച്ചത് കഴിച്ച് വയറ് നിറച്ചു. പിന്നെ എൻ്റെത് തിന്നാനുള്ള വയറ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യാവസ്ഥ. പിന്നെ അതിൻ്റെ ഫീലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എക്സ്ട്രാ ചീസ് പറഞ്ഞോടെ ചീസ് മാത്രം ഞാൻ എടുത്ത് തിന്നു. അതിൻ്റെ പൈസയെങ്കിലും മുതലാവട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ശോഭേൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്, ഇവിടെ അവരൊരു ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈവനിങ് ടൈമൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഇവിടെയും കൂടെ വന്നിട്ടേ പോകാറുള്ളൂ. അവിടെ ആ ഓപ്പൺ ഏരിയ ടീ ഷോപ്പും ഈ സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിൽ വെറുതെ ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. അത് മാത്രമല്ല ഈ സൈഡിൽ അത്യാവശ്യം സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി അതെല്ലാം അവിടെ നിർത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു ആവറേജ് വീക്കെൻഡ് ഷോപ്പിൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. മെയിനായിട്ട് നമ്മൾ സിനിമ കാണാനും ഫുഡ് കഴിക്കാനാണ് വരുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് ഏറിപ്പോയ വല്ല മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും. പിന്നെ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാലോ, അത് പിന്നെ വേറെ കാര്യം. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള ആളെത്തി. അപ്പോൾ നമ്മൾ നേരെ കാറിലോട്ട് കയറി. ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മൾ കാറിൽ കയറി നമുക്ക് വീട്ടിലെത്തിയിട്ട് വേറെ ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ശോഭ സിറ്റിക്ക് ടാറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി.